വിദ്യാലയങ്ങൾ തുറന്നതോടെ സ്കൂൾ വാഹനങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന കരുണാപുരത്തെ വിവിധ റോഡുകളിലെ കാടും പടലവുമെല്ലാം വെട്ടിമാറ്റി നാടിന്റെ കൂട്ടായ്മ. സ്കൂൾ വാഹനങ്ങളിൽ പോകുമ്പോൾ കുട്ടികളുടെ മുഖത്തും ശരീരഭാഗങ്ങളിലുമെല്ലാം പച്ചിലയും കമ്പുകളും അടിച്ച് പരിക്കേൽക്കുന്നത് പതിവായതോടുകൂടിയാണ് നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനവുമായി രംഗത്ത് വന്നത്. തണ്ണിപ്പാറ ഹരിത SHGയുടെ നേതൃത്വത്തിലാണ് ശാന്തിപുരം തണ്ണിപ്പാറ റോഡിന്റെ ഭാഗങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൂച്ചെടികളും ചെമ്പരത്തിയുമെല്ലാം വെട്ടി ശുചിയാക്കിയത്. എല്ലാ വർഷവും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് വൃത്തിയാക്കുന്ന പരിപാടികൾ നടക്കാറുണ്ട്. പലപ്പോഴും സ്കൂൾ വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കുമൊക്കെ തടസ്സമുണ്ടാകുന്ന രീതിയിലാണ് പൂച്ചെടികൾ റോഡിലേക്ക് വളർന്നു കിടക്കാറുള്ളത്. സ്കൂൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കുട്ടികളുടെ മുഖത്തും മറ്റും പൂച്ചെടികൾ വന്ന് അടിച്ച് അപകടം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകളാണ് നടന്നത്. ഹരിത SHGയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തണ്ണിപ്പാറ ശാന്തിപുരം റോഡിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. സ്കൂൾ ബസ്സുകൾക്കും വഴിയാത്രക്കാർക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഈ വഴിയോരങ്ങളാകെ മോശമായി കിടക്കുകയാണ്. ഞങ്ങളത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഈ വർഷത്തെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും വീടുകളിലും കൃഷിയിടങ്ങളിലും റോഡരികിലുമായി വളർന്നു നിൽക്കുന്ന കാടുകൾ സ്വന്തമായി വൃത്തിയാക്കിയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. പ്രസിഡന്റ് ശശി പൂതപ്പാറ, സെക്രട്ടറി സുരേഷ് കല്ലൂരാത്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.